ഉത്തരേന്ത്യയിലേക്ക് പ്രവർത്തനം വ്യാപിപ്പിക്കാൻ ഇന്ത്യൻ കോഓപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റി ലിമിറ്റഡ് രാജ്യത്തെ ഏറ്റവും വലിയ സഹകാരി സംഗമത്തിന് സാക്ഷ്യം വഹിച്ച് ബംഗളൂരു 10 ലക്ഷം സഹകാരികൾ എന്ന ചരിത്ര നേട്ടത്തിൽ ICCSL സഹകാരികളുടെ പിന്തുണയും പ്രാർത്ഥനയും കരുത്താക്കി ICCSL ചെയർമാൻ ഡോക്ടർ സോജൻ വി അവിരാച്ചൻ. രാജ്യത്തെ ഏറ്റവും വലിയ സഹകാരി സംഗമത്തിന് വേദിയൊരുക്കി ഇന്ത്യൻ കോഓപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റി ലിമിറ്റഡ്. ബംഗളൂരു സൗത്ത് അവന്യൂ ഗ്രൗണ്ടിൽ നടന്ന ICCSL വാർഷിക ജനറൽ ബോഡി യോഗത്തിൽ 5 സംസ്ഥാനങ്ങളിൽ നിന്നും 2 കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ നിന്നുമായി 12,000 സഹകാരികളാണ് പങ്കെടുത്തത്. സഹകാരികളുടെ കരുത്തും വിശ്വാസവും ഊട്ടിയുറപ്പിച്ച ICCSL വാർഷിക ജനറൽ ബോഡി യോഗം കർണാടക സർക്കാരിന്റെ സഹകരണ സംഘങ്ങളുടെ നിയമ സെൽ ജോയിന്റ് രജിസ്ട്രാർ സുരേഷ് ഗൌഡ ഉദ്ഘാടനം ചെയ്തു. യോഗത്തിൽ 2024-25 വർഷത്തെ കണക്കുകളും 2025-26 വർഷത്തെ പദ്ധതികളും അവതരിപ്പിച്ചു. യോഗത്തിൽ ചർച്ചയ്ക്കെടുത്ത 7 അജണ്ടകളും സഹകാരികൾ പാസാക്കി. ICCSL ചെയർമാൻ ഡോക്ടർ സോജൻ വി അവിരാച്ചന്റെ മറുപടി പ്രസംഗം ഹർഷാരവത്തോടെ സദസ്സ് നെഞ്ചിലേറ്റി. 2024-25 വർഷത്തിൽ 10 ലക്ഷം സഹകാരികൾ എന്ന നേട്ടം സൊസൈറ്റിക്ക് സ്വന്തമാക്കാനായി. രാജ്യത്ത് മറ്റൊരു ക്രെഡിറ്റ് സൊസൈറ്റിക്കും ഈ നേട്ടത്തിലെത്താൻ കഴിഞ്ഞിട്ടില്ലെന്ന് അദ്ദേഹം അവകാശപ്പെട്ടു. 1500 ഓഫീസ് സ്റ്റാഫുകൾ സൊസൈറ്റിക്കുണ്ട്. കഴിഞ്ഞ വർഷത്തിൽ 1800 കോടി രൂപയുടെ പ്രീ മെച്യൂരിറ്റി കൊടുക്കാൻ സൊസൈറ്റിക്ക് സാധിച്ചതിൽ അഭിമാനമുണ്ടെന്ന് അദ്ദേഹം വ്യക്തമാക്കി. സഹകാരികളുടെ വിശ്വാസം ഊട്ടിയുറപ്പിച്ച് ICCSL ഉത്തരേന്ത്യയിലേക്ക് പ്രവർത്തനം വ്യാപിപ്പിക്കുകയാണ്. മഹാരാഷ്ട്ര, ഗുജറാത്ത്, ഗോവ, മധ്യപ്രദേശ്, ഉത്തർപ്രദേശ്, ദാമൻ ദിയു എന്നിവിടങ്ങളിലേക്ക് കൂടി സൊസൈറ്റി വിപുലപ്പെടുത്തുമെന്ന് ചെയർമാൻ വ്യക്തമാക്കി. സൊസൈറ്റിയുടെ കീഴിൽ അത്യാധുനിക നിലവാരത്തിലുള്ള വിവാഹ മണ്ഡപം വർക്കലയിൽ അടുത്ത ദിവസം ഉദ്ഘാടനം ചെയ്യാനിരിക്കുകയാണ്. ICCSL സഹകാരികളുടെ ഒരു സംഗമവേദിയായി ഈ ഉദ്ഘാടനത്തെ മാറ്റുമെന്നും ചെയർമാൻ വ്യക്തമാക്കി. കാസർകോട്ടെ 100 ഏക്കർ ടൗൺഷിപ്പ് വികസനം, വഡോദരയിലെ ഫ്ലാറ്റ് പ്രൊജക്ട്, കൊല്ലം ബ്രാഞ്ചിന് സമീപത്തുള്ള സൂപ്പർ ഷോപ്പി പദ്ധതികളെല്ലാം വളരെ വേഗത്തിൽ മുന്നേറിക്കൊണ്ടിരിക്കുകയാണെന്ന് അദ്ദേഹം അറിയിച്ചു. രാജ്യത്തെ മുന്നോട്ട് നയിക്കാൻ പുതിയ ഒരു യുവതലമുറയെ വാർത്തെടുക്കാനാണ് സാമൂഹ്യ പ്രതിബദ്ധതയുള്ള സൊസൈറ്റി ശ്രമിക്കുന്നത്. ഇതിനാണ് ICCS കോളേജും അനന്ത IAS അക്കാദമിയും. മെമ്പർമാരുടെ മക്കൾക്ക് അനന്ത IAS അക്കാദമിയിൽ 50% സ്കോളർഷിപ്പും സഹകാരികൾ നിർദ്ദേശിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ICCS കോളേജിൽ ഫീസ് ഇളവും നൽകാറുണ്ട്. IAS IPS സ്വപ്നം കാണുന്ന 5000 വിദ്യാർത്ഥികൾക്കായി 5 കോടിയുടെ സ്കോളർഷിപ്പാണ് സൊസൈറ്റി നൽകുന്നതെന്നും ചെയർമാൻ അറിയിച്ചു. ഈ സൊസൈറ്റിയിൽ പണം നിക്ഷേപിച്ചവരാരും നിരാശരായി പോയിട്ടില്ല. ആദായ നികുതി വകുപ്പ് ICCSL പരിശോധന നടത്തിയപ്പോൾ ചിലർ സൊസൈറ്റിയെ എഴുതിത്തള്ളി. അവിടെ നിന്നാണ് ഒരു ഫീനിക്സ് പക്ഷിയെ പോലെ വീണ്ടും ഉയർത്തെഴുന്നേറ്റത്. സഹകാരികൾ തന്ന പിന്തുണയും പ്രാർത്ഥനയിലുമാണ് താൻ ഇന്നിവിടെ നിൽക്കുന്നതെന്നും സോജൻ വി അവിരാച്ചൻ പറഞ്ഞു. വാർഷിക ജനറൽ ബോഡി യോഗത്തിൽ ICCSL മാനേജിംഗ് ഡയറക്ടർ R വെങ്കിട്ടരമണ, ജനറൽ മാനേജർ നിതിൻ കുമാർ ജ, ആക്ടിംഗ് CEO മീനു ജോൺ, ഡെപ്യൂട്ടി ജനറൽ മാനേജർമാരായ PC ജോണി, മോഹൻകുമാർ V, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ റിട്ടയേർഡ് റീജിയണൽ ഡയറക്ടർ മഹാദേവ് ജ, സീനിയർ അഡ്വൈസറി ഓഫീസർമാരായ AC ജോസ്, K ഹരിദാസ്, കമലാനന്ദൻ, നാഗരാജയ്യ എന്നിവർ സംസാരിച്ചു.